നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസയിലെ പള്ളിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടതായി അവകാശപ്പെട്ട പാലസ്തീൻ മാധ്യമങ്ങൾ. സെൻട്രൽ ഗാസയിലെ പള്ളിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരർക്കെതിരെ കൃത്യമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ ഗാസയിലെ പള്ളിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാലസ്തീൻ വാർത്താ ഏജൻസി വഫാർ റിപ്പോർട്ട് ചെയ്യുന്നു. പാലസ്തീൻ എൻക്ലേവിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിന്റെ 1-ാം വാർഷികത്തോട് അടുക്കുന്നതിനിടെയാണ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദേർ അൽ ബാലയിലെ അൽ അക്സ ആശുപത്രിക്ക് സമീപമുള്ള പള്ളിയിലെ ആക്രമണം. പലായനം ചെയ്തവരെ പാർപ്പിക്കാൻ മസ്ജിദ് ഉപയോഗിക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും 1200 പേരെ കൊല്ലുകയും 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ രക്തച്ചൊരിച്ചിൽ ആരംഭിച്ചത്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തിൽ 47,000 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. എൻക്ലേവിലെ 2.3 ദശലക്ഷം ആളുകളെയും ഇത് കുടിയൊഴിപ്പിക്കുകയും പട്ടിണി പ്രതിസന്ധി സൃഷ്ടിക്കുകയും ലോക കോടതിയിൽ ഇസ്രായേൽ നിഷേധിക്കുന്ന വംശഹത്യ ആരോപണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു.